ഫിഫ ലോകകപ്പിന് തുടക്കമായി. ഇനി വീട്ടിലെ സാധാരണ മനുഷ്യരുടെ നാവുകളിൽ പോലും കാൽപന്തു കളിയുടെ രീതിശാസ്ത്രം നിറയും. ഇന്നലെ വരെ പഞ്ചായത്ത് റോഡിൻ്റെ അറ്റകുറ്റപ്പണിയെക്കുറിച്ച് ചർച്ച ചെയ്തവർ ഇന്നു മുതൽ 4-3-3 ഫോർമേഷൻ്റെയും ഫോൾസ് 9-ൻ്റെയും ഒക്കെ ഗുണദോഷങ്ങൾ വിശകലനം ചെയ്യും. ചായ തണുത്താലും പ്രശ്നമില്ല, മത്സരം ചൂടാകണം. ഫുട്ബോൾ കേവലം ഒരു കളി മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണത്. എന്താണ് ഫുട്ബോളിലെ ഏറ്റവും വലിയ സത്യം? പന്ത് ഒരിക്കലും ഒരാളുടെ കാലിൽ മാത്രം നിൽക്കില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ കാലിലാണെങ്കിൽ അടുത്ത നിമിഷം മറ്റൊരാളുടെ കാലിലായിരിക്കും. അധികാരവും സമ്പത്തും പ്രശസ്തിയും അതുപോലെയാണ്. അവയെല്ലാം കുറച്ചു സമയം മാത്രം നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ നമ്മൾ കളിച്ച കളിയും കാട്ടിയ മനസ്സും മനുഷ്യരെന്നും ഓർക്കും. ലയണൽ മെസ്സിയുടെ കഥ നമുക്കറിയാം. കുട്ടിക്കാലത്ത് വളർച്ചാ ഹോർമോണിൻ്റെ അപര്യാപ്തത അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വലിയൊരു വിലങ്ങായി നിന്നിരുന്നു. പലരും ഇവനാൽ സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പരാതിപ്പെട്ടില്ല. പന്തുമായി സൗഹൃദം തുടർന്നു. വർഷങ്ങൾക്കു ശേഷം ലോകകപ്പ് ട്രോഫി ഉയർത്തി നിൽക്കുമ്പോൾ ലോകം കണ്ടത് ഒരു വിജയം മാത്രമല്ല, ഒരിക്കലും കൈവിടാത്ത ഒരു സ്വപ്നത്തിൻ്റെ രൂപമായിരുന്നു. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഇതിഹാസം പെലെയെ ഓർക്കുക. ദാരിദ്ര്യം കാരണം ഫുട്ബോൾ പോലും സ്വന്തമായി ഇല്ലാതിരുന്ന ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഴയ തുണിക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി പന്തുണ്ടാക്കി കളിച്ച ആ കുട്ടി പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ രാജാവായി മാറി. ജീവിതം ചിലപ്പോൾ നമുക്ക് മികച്ച സൗകര്യങ്ങൾ തരണമെന്നില്ല, പക്ഷേ മികച്ച സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് അത് നമ്മെ ഒരിക്കലും തടയില്ല എന്ന പാഠമാണ് പെലെ നൽകുന്നത്. മറ്റൊരു കഥ കൂടി പറയാം. 2005 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ലിവർപൂൾ ആദ്യ പകുതിയിൽ 3-0 പിന്നിലായിരുന്നു. ലോകം മുഴുവൻ മത്സരം കഴിഞ്ഞെന്ന് കരുതി. പക്ഷേ രണ്ടാം പകുതിയിൽ അവർ തിരികെ വന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 3 ഗോളുകൾ. ഒടുവിൽ കിരീടവും അവരുടെ കൈകളിലെത്തി. ജീവിതത്തിലും പലപ്പോഴും ആദ്യ പകുതി മോശമായിരിക്കും. പരീക്ഷയിൽ പരാജയം, ജോലിയിൽ നിരാശ, ബന്ധങ്ങളിൽ തകർച്ച, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ. അപ്പോൾ പലരും കരുതും കളി കഴിഞ്ഞു. പക്ഷേ ഫുട്ബോൾ പറയുന്നത് വേറെയാണ്. സ്കോർ ബോർഡ് അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ അടയ്ക്കുന്നില്ല. അതിനാലാണ് ഫുട്ബോൾ കോടിക്കണക്കിന് ആൾക്കാരുടെ ആകർഷണമായി മാറുന്നത്. അത് നമ്മെ ജയിക്കാൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, തോറ്റ ശേഷവും എങ്ങനെ എഴുന്നേൽക്കാമെന്ന് പഠിപ്പിക്കുന്നു. ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് പലപ്പോഴും ഗോൾ അടിക്കുന്ന താരമല്ല, പത്രത്തിൻ്റെ 1-ാം പേജിൽ വരാത്ത, ആരും പ്രത്യേകം ശ്രദ്ധിക്കാത്ത ഒരു മിഡ്ഫീൽഡറായിരിക്കും. ജീവിതവും അങ്ങനെ തന്നെയാണ്. കയ്യടി കിട്ടാത്ത പരിശ്രമങ്ങളാണ് പല വിജയങ്ങളുടെയും അടിത്തറ. ഈ ലോകകപ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്കൊരു കാര്യം ഓർക്കാം. നമ്മുടെ ജീവിതത്തിലും ചില മത്സരങ്ങൾ തോറ്റിട്ടുണ്ടാകാം. ചില സ്വപ്നങ്ങൾ പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടാവാം. ചില അവസരങ്ങൾ ഓഫ് സൈഡിൽ പോയിട്ടുണ്ടാകാം. എന്നാലും കളിക്കാരൻ മൈതാനം വിടുന്നില്ല. കാരണം അവനറിയാം, അടുത്ത പന്ത് തൻ്റെ കാലിലേക്ക് വരാം, അടുത്ത അവസരം തൻ്റെ മുന്നിൽ തുറക്കാം, അടുത്ത ഗോൾ തൻ്റെ പേരിലാകാം. അതുകൊണ്ട് ലോകകപ്പ് തുടങ്ങുന്ന ഈ വേളയിൽ ഫുട്ബോൾ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: വീണാലും എഴുന്നേൽക്കുക, തോറ്റാലും കളിക്കുക, ക്ഷീണിച്ചാലും ഓടുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും കാത്തിരിക്കുക. കാരണം ജീവിതത്തിലും ഫുട്ബോളിലും ഒരേ നിയമമാണ്. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ അത്ഭുതങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്ന് നല്ല ദിവസമാകട്ടെ.